ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തുടങ്ങി 12 ദിവസം നീണ്ടു നിൽക്കുന്ന പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം. മറ്റൊരു ക്ഷേത്രത്തിലും ഈ വിശേഷമില്ല എന്നതിനാൽ വളരെയധികം പ്രാധാന്യം ഈ ചടങ്ങിന് കൽപ്പിച്ചു വരുന്നു. ഈ 12 ദിവസങ്ങളിൽ ദേവിയെ വന്ദിച്ചാൽ മംഗല്യലബ്ധി, ദീർഘമാംഗല്യവും കുടുംബസൗഖ്യവും ഉണ്ടാകും എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തരാണ് ഈ ചടങ്ങിന് ഇവിടെ എത്തിച്ചേരുന്നത്. തിരുവാതിര നക്ഷത്രം സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് ക്ഷേത്രത്തിൽ ദേവിയുടെ നട തുറക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് ശിവപാർവതിമാർക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 3 ഊരാളു കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ടതായ അകവൂർ മനയിൽ നിന്ന് പുറപ്പെടുന്നു. അകവൂർ മനയുടെ കുലദൈവമായ ശ്രീരാമസ്വാമിയുടെ നടയിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷം അകവൂർ മനയിലെ കാർണവർ ക്ഷേത്ര ഭാരവാഹികൾക്ക് തിരുവാഭരണങ്ങൾ കൈമാറുന്നതോടെയാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. ക്ഷേത്രം തീർത്ഥരഥത്തിൽ തിരുവാഭരണങ്ങൾ പ്രതിഷ്ഠിച്ച ശേഷം വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പുറപ്പെടുന്ന ഘോഷയാത്രയ്ക്ക് വഴിയിൽ എല്ലായിടത്തു നിന്നും സ്വീകരണം ലഭിക്കും. ഇതിനിടയിൽ മറ്റ് 2 ഊരാളു കുടുംബക്കാരും ഇവിടെ എത്തിയിട്ടുണ്ടാകും. 8 മണിയാകും ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. ആ സമയത്ത് ദേവിയുടെ തോഴിയായ പുഷ്പിണി എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു മുതിർന്ന സ്ത്രീയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. 3 മനക്കാരും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോ എന്ന് പുഷ്പിണി 3 പ്രാവശ്യം ചോദിക്കും. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നറിഞ്ഞാൽ ക്ഷേത്രം മേൽശാന്തിയോട് ദേവിയുടെ നട തുറക്കാൻ പുഷ്പിണി ആവശ്യപ്പെടുകയും അതനുസരിച്ച് നട തുറക്കുകയും ചെയ്യും. ആ സമയം ക്ഷേത്രത്തിൽ പലയിടത്തു നിന്ന് ഉയർന്നു കേൾക്കുന്ന നാമജപവും സ്ത്രീഭക്ത ജനങ്ങളുടെ വായ്ക്കുരുവയിടലും തുടരെ തുടരെയുള്ള കഠിനവെടികളും മുഴങ്ങിക്കേൾക്കാം. അതോടെ നടതുറപ്പ് മഹോത്സവത്തിന് തുടക്കമായി. അന്നേ ദിവസം രാത്രി ക്ഷേത്രത്തിൽ തിരുവാതിര കളിയുണ്ടാകും. തുടർന്നുള്ള 12 ദിവസം ദേവിയെ കാണാൻ ഭക്തജന പ്രവാഹമുണ്ടാകും. മഞ്ഞൾ, കുങ്കുമം തുടങ്ങി നിരവധി വസ്തുക്കൾ കൊണ്ട് ദേവിക്ക് പറ നിറയ്ക്കുന്നത് ഈ സമയത്ത് അതിവിശേഷമാണ്. ഇവിടെ വന്ന് ഈ ദിവസങ്ങളിൽ ദേവിയെ തൊഴുതാൽ അഭീഷ്ടസിദ്ധി ഉണ്ടായതായി പലരും അനുഭവ സാക്ഷ്യമായി പറയാറുണ്ട്. തെക്കുഭാഗത്തു കൂടെ ഒഴുകുന്ന പെരിയാറിൻ്റെ തീരത്തു നിന്നുവരെ ഈ ദിവസങ്ങളിൽ ഭക്തജന പ്രവാഹം തുടരാറുണ്ട്. തിരുവൈരാണിക്കുളം കൂടാതെ സമീപത്തുള്ള ഇരവിപുരം ക്ഷേത്രത്തിലും ഇതേ സമയം വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. 12-ാം ദിവസം രാത്രി പൂജകൾ കഴിയുന്നതോടെ ദേവി നട അടയ്ക്കുന്നു. നട തുറക്കുന്ന അവസരത്തിലേതുപോലെ തന്നെയാണ് ഇവിടെയും ചടങ്ങുകൾ. 3 മനക്കാരും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പുഷ്പിണി വീണ്ടും രംഗത്തേക്ക് കടന്നുവരും. എല്ലാവരും ദർശനം നടത്തിക്കഴിഞ്ഞോ എന്ന് പുഷ്പിണി 3 പ്രാവശ്യം ചോദിക്കും. ദർശനം നടത്തിക്കഴിഞ്ഞെന്ന് മറുപടി കിട്ടിയാൽ അവർ മേൽശാന്തിയോട് നടയടയ്ക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് നട അടയ്ക്കുകയും ചെയ്യുന്നു. അതോടെ 12 ദിവസത്തെ മഹോത്സവത്തിന് പരിസമാപ്തിയാകുന്നു. പിന്നീട് 1 വർഷത്തെ കാത്തിരിപ്പ്.